1 മുതൽ 3 വരെ BJP-യുടെ ഡിജിറ്റാണ്. പൊതുവിൽ എല്ലാ സർവേയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിൽ അങ്ങയുടെ നിരീക്ഷണം എന്താണ്? കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. അതിനുള്ള സമയമായിട്ടില്ല. ദേശീയ അടിസ്ഥാനത്തിൽ നടത്തുന്ന സർവേയിൽ അത് ഈ വോട്ട് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ സീറ്റുകൾ പ്രഡിക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു നിരീക്ഷണം അസ്ഥാനത്താണ്. കേരളത്തിൽ BJP-ക്ക് ഏതാണ്ട് 15% വോട്ട് ഉണ്ട്. മോഡി തരംഗം എന്ന് പറയാൻ ദേശീയ സാഹചര്യത്തിലുള്ളപ്പോൾ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നുള്ളതുകൊണ്ട് ഇവിടെയും വോട്ട് ഷെയർ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചില മണ്ഡലങ്ങളിൽ കുറച്ചധികം വർദ്ധിക്കും. തിരുവനന്തപുരം, തൃശ്ശൂർ, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലൊക്കെ BJP വോട്ട് ഷെയർ വർദ്ധിക്കും. ഒരു പക്ഷേ കോഴിക്കോട്ടും കാസർഗോട്ടും വർദ്ധിക്കും. മറ്റു പല സ്ഥലങ്ങളിലും പഴയ പോലെയൊക്കെ തന്നെ ചിലയിടത്ത് കുറയാനും സാധ്യതയുണ്ട്. സീറ്റ് കിട്ടുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട്. 3 സീറ്റ് കിട്ടാനുള്ളത് വളരെ വളരെ അസാധ്യമാണ്. 2 സീറ്റുകളിൽ അവർ വളരെ ശക്തമായ മത്സരം നടത്തിയിട്ടുണ്ട്. ഒന്ന് തൃശ്ശൂരാണ്, മറ്റേ തിരുവനന്തപുരമാണ്. ജയസാധ്യത എത്രയുണ്ടെന്നുള്ളത് നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ഈ സന്ദർഭത്തിൽ ആ കാര്യത്തിൽ ഒരു പ്രൊട്ടക്ഷൻ നടത്താൻ ഞാനതല്ല. പക്ഷെ 2 സീറ്റ് ജയിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. ഈ LDF 0 എന്ന ABP വോട്ടർ സർവേ പറയുകയാണ്. LDF കേരളത്തിൽ സംപൂജ്യരാകുമെന്ന്. ആ സർവേയിലാണ് 1 മുതൽ 3 സീറ്റ് വരെ BJP-ക്ക് പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ആക്സിസ് മൈ ഇന്ത്യ പറയുന്നുണ്ട് കേരളത്തിൽ UDF 13-14, LDF NDA 2-3, LDF 0 മുതൽ 1 വരെ. ഈ 0-1 എന്ന LDF-മായി ചേർക്കപ്പെടുന്ന കണക്ക് അത് നമ്മൾ മുഖവിലേക്ക് എടുക്കണമോ? ഈ 48 മണിക്കൂറിന്റെ ISI സർവേക്ക് ഇനിയും ഉള്ളൂ എങ്കിലും അത് വളരെ ക്രൂരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഒരു TV ചാനൽ, നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഒരു TV ചാനലിൽ 8 മണി ചർച്ചയിൽ പറഞ്ഞിരുന്നു കേരളത്തിൽ 16-4 അല്ലെങ്കിൽ 17-3, 18-2, 19-1, 20-0, 20-0 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ UDF-ന് അനുകൂലമായിട്ടൊരു വേവോ സ്വിങ്ങോ അല്ല ഉണ്ടായിട്ടുള്ളത്. LDF-ന് എതിരായിട്ടുള്ള സ്വിങ്, നെഗറ്റീവ് സ്വിങ്. അത് ഭയാനകമാണ്. അത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുന്നത് അവരുടെ നേട്ടം കൊണ്ട് അവരുടെ ശക്തി കൊണ്ടും അല്ല. ശക്തി ഇല്ലെന്നല്ല പറയുന്നത്. അവരുടേതായ കോട്ടകളുണ്ട്. തീർച്ചയായിട്ടും വയനാട് പോലെ, മലപ്പുറം പോലെ, പൊന്നാനി പോലെ, എറണാകുളം, ഇടുക്കി, കോട്ടയം പോലെയൊക്കെയുള്ള കോട്ടകളുണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും അവരാണ് ജയിക്കേണ്ടത്, അവരെ ജയിക്കുന്നത്. പക്ഷെ അതുപോലെ ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. PMK രാഘവൻ കോഴിക്കോട്ട്, അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ കൊല്ലത്ത്, അവിടെയൊക്കെ ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ UDF സ്ഥാനാർത്ഥികൾ ശക്തരാണ്. അവരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ജയിക്കും. എന്നാൽ UDF-ന് ശക്തി ഇല്ലാത്തവർ, LDF-ന്റെ കോട്ടയായിട്ടിരിക്കുന്നതായ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ അത്ര ഇൻക്ലൂസീവ് അല്ലാത്ത മണ്ഡലങ്ങളിൽ പോലും അവർ ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കുന്നത് വെച്ചാൽ LDF-നെതിരായിട്ട് വലിയ ഒരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ഈ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ഭരണ പരാജയത്തിനും എതിരായിട്ടുള്ള ഒരു വികാരം. ആ പോയിന്റിലേക്ക് വിശദമായി ഒന്ന് വന്നാൽ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം സജീവ ചർച്ചയായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നു. അങ്ങനെ UDF-ന് അനുകൂലമായ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. 2020 അടിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒരു സീറ്റിൽ മാത്രമാണ് പരാജയം ഉണ്ടായതും, അതും ചെറിയ വോട്ടിനും ആയിരുന്നു എന്നതും വളരെ പ്രധാനമാണ്. ഇത്തവണ അങ്ങനെ പറഞ്ഞല്ലോ, UDF-ന് അനുകൂലമായി അങ്ങനെ ഒരു വലിയ വികാരമില്ല. രാഹുൽ ഗാന്ധി 2ാം തവണയാണ് വന്നത്. രാഹുൽ എന്തിനും ഇവിടെ മത്സരിക്കണമെന്ന ചോദ്യമൊക്കെ വലിയ തോതിൽ ഇടതുപക്ഷം ചർച്ചയാക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ മറുഭാഗമാണ് അങ്ങ് പറഞ്ഞ 2ാമത്തെ പോയിന്റ്, ഈ സർക്കാരിനെതിരായ വികാരം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് അളവ് വരെ പ്രകടമാകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് അങ്ങ് നേരത്തെ മുതൽ കണക്കാക്കുന്നത്? അത് സാധാരണഗതിയിൽ ഈ ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വികാരം പ്രതിഫലിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയാവുന്നത്. നിങ്ങൾക്ക് പ്രോ ഇൻകംബൻസി അല്ലെങ്കിൽ ആന്റി ഇൻകംബൻസി. നമ്മുടെ നാട്ടിൽ പ്രോ ഇൻകംബൻസി അങ്ങനെ അധികം വരാറില്ല. ആന്റി ഇൻകംബൻസി സ്വാഭാവികമായിട്ടും. ഇന്നലെ വന്നൊരു സർവേയിൽ പ്രോ ഇൻകംബൻസി എന്ന് പറയുന്നുണ്ട്, മോദി സർക്കാരിന് അനുകൂലമായി 3 മുതൽ 5% വരെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രോ ഇൻകംബൻസി ആണെങ്കിലും ആന്റി ഇൻകംബൻസി ആണെങ്കിലും അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിട്ടോ അനുകൂലമായിട്ടാണ് വരിക. അല്ലാതെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിട്ടോ അനുകൂലമായിട്ടല്ല. പക്ഷെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആന്റണി സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഭയങ്കരമായിട്ട് പ്രതിഫലിച്ചു. ദേശീയ വിഷയങ്ങൾ ഇവിടെ ചർച്ചയായില്ല. അതുപോലെ ഇത്തവണയും ഏതാണ്ട് അതുപോലത്തെ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിൽ ഈ ഇപ്പോഴത്തെ ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ള അധികവും ഇടതുപക്ഷക്കാരാണ്. സാക്ഷാൽ CPM-കാരും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെ വോട്ടാണ് കൃത്യമായിട്ട് UDF-ന് അനുകൂലമായിട്ട് ചെയ്യപ്പെടുന്നത്. ശരി, അങ്ങനെ